എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രേണു സുധീരെ വീഡിയോ ഇനി ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ്. കാരണം എന്താണ്, അവരവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ നമ്മളവരെക്കുറിച്ച് വിമർശിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവരെ വിട്ടുപിടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല. അതിന് കാരണക്കാരി അവരല്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള അവർക്ക് PR വർക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. അപ്പോൾ PR വർക്കേഴ്സ് അല്ല, അന്തം ഫാൻസ് വന്നിട്ട് അനാവശ്യമായിട്ട് ചാനലിൽ വന്നിട്ട് കമൻ്റ് ഇടുകയാണ്. കമൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നിനക്ക് വേറെ പണിക്ക് പൊയ്ക്കൂടേടി, നിനക്ക് വേറെ ജോലിയില്ലേ, നീ എന്തിനാ അതിനെയൊക്കെ കുറ്റം പറയുന്നത്, ഹണി റോസ് വച്ച് കെട്ടിക്കൊണ്ട് നടന്നപ്പോൾ നിനക്ക് വേറെ പ്രശ്നമില്ലായിരുന്നല്ലോ, ഹണി റോസ് വച്ച് വെട്ടിക്കൊണ്ട് നടന്നപ്പോൾ നീയൊക്കെ ഉൾപ്പെടുന്ന എല്ലാ എണ്ണവും ഹണി റോസിനെ നന്നായിട്ട് ഊക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തേ? അങ്ങനെ കുറേ എണ്ണം. അവർക്ക് ഈ പറയും പോലെ രേണുസുധിയെ ഇഷ്ടമുള്ളവരടുത്ത് ഇഷ്ടപ്പെടണ്ടെന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അവരെ വിമർശിക്കണമെന്ന് തോന്നുമ്പോൾ അവരെന്താ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു എന്ന് വേണ്ട ഈ ലോകത്ത് ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വിമർശിക്കുന്നു. കോടതിയെ പോലും പലപ്പോഴും നമ്മൾ അറിയാതെ ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ പോലും വിമർശിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ രേണുസുധിയെ വിമർശിച്ചാൽ എന്താ പ്രശ്നം, എന്താ കുഴപ്പം? എമ്പുരാൻ സിനിമ വന്നപ്പോൾ ലാലേട്ടനെ പോലും ആളുകൾ വിമർശിച്ചു. പിന്നാണോ ഈ രേണുസുധി? ഞാൻ രേണുസുധിയെ ചെറുതായിട്ട് കാണുന്നില്ല, ആരെയും നമ്മളങ്ങനെ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഈ കമൻറ്റോളികൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ കൊടുത്തത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ കാരണം തന്നെ. കമൻറ്റോളികൾ അങ്ങനെ അങ്ങ് അന്തം ഫാൻസ് വെറുതെ കിടക്കുകയാണ് കച്ചറ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ചെയ്യുക തന്നെ ചെയ്യും. ഇതിനി എത്ര പേരിങ്ങനെ കിടന്ന് കാറി കൂവിയാലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു കൊച്ചിനെ കുറിച്ചിട്ട് ഇനി ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം അവരവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ബിക്കിനി ഇട്ട് അഭിനയിക്കണമെങ്കിലും അവർ അതിനും റെഡിയാണെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ രജിത് കുമാർ സാറ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവക്കൊന്നും ചൊറിഞ്ഞില്ലായിരുന്നോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. രജിത് കുമാർ സാറ് വന്നിട്ട് എനിക്കൊന്നോ തുള്ളി തുള്ളി അങ്ങ് പോകും, ദേ കാര്യമൊക്കെ ശരി തന്നെ, എൻ്റെ കൊച്ചിൻ്റെ പള്ളക്കടിച്ചിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവളുമാർക്ക് ചൊറിഞ്ഞില്ലേ? ഒരു ചൊറിയും തോന്നിയില്ലേ അന്നേരം? അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ യൂട്യൂബേഴ്സിനോടാണല്ലോ ഇവർക്കൊക്കെ കുഴപ്പം അത്രയും. ആദ്യം പോയി രജിത് കുമാർ സാറിനൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ പേജിൽ പോയിട്ട് ചിലയ്ക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പലപ്പോഴും വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതുപോലെ കമൻ്റ് ഇടുന്ന ആളുകളെ കാരണമാണ് നമ്മൾ വീണ്ടും അവരെ എടുത്ത് വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പറയുന്ന രേണുവിനെ ഇപ്പോൾ ഉടനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും എടുക്കില്ലായിരുന്നു. എന്തെങ്കിലും എടുക്കാനുള്ള സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് കരുതിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണാം. ശബ്ദം വെച്ചിട്ടില്ല, ഷോർട്ട് വീഡിയോ ആണ്, ഇപ്പോൾ ഇറങ്ങിയതാണ്, റീൽസാണ് കേട്ടോ. ശബ്ദം ഞാൻ വയ്ക്കുന്നില്ല, കാരണം ശബ്ദം കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതാണ്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ കയ്യും കാലും ഒന്നുമില്ല ഉടുപ്പിന്. എന്തായാലും ഇപ്പോൾ നല്ല പുരോഗമനമുണ്ട് കേട്ടോ. ഇപ്പോഴുള്ള പെൺപിള്ളേർക്ക് കയ്യും കാലും ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഇനി രേണുമായിട്ട് കുറയ്ക്കണ്ടല്ലോ. നീ ഇട്ടോടി വച്ചേ. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നല്ല പാട്ടാണ് കേട്ടോ. 10 വെളുപ്പിന് അല്ല, ആ പാട്ടല്ലേ ഇത്? സുന്ദരി നീയും സുന്ദരൻ ഞാനും, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം എന്നുള്ളൊരു പാട്ടാട്ടോ. കണ്ടില്ലേ എന്ത് നല്ല അഭിനയം. ഇത് കുഴപ്പമില്ല, റീൽസിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇപ്പോൾ പുരോഗമനമുണ്ട്. അന്നൊക്കെ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രേണു കുറച്ചുകൂടെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒരെണ്ണോടെ കാണിച്ചു തരാം കേട്ടോ. കയ്യൊന്നും ഇപ്പം ഇല്ലല്ലേടേ, കുറച്ച് കഴിയുമ്പോൾ കാലും കാണില്ലേ? ഇതാണ് 10 വെളുപ്പിന്. 10 വെളുപ്പിന്. മറ്റേതിന് ഇത്തുകൂടെയൊക്കെ കൈയുണ്ടായിരുന്നു, അത് പൊട്ടുമില്ലെന്ന് തോന്നുന്നു. അത് തന്നെയാണോ ഇത്? എന്തായാലും പുള്ളിക്കാരത്തി ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഫിൽറ്ററൊക്കെ അടിച്ച് കയറ്റിയെങ്കിലും കാണാനൊക്കെ ഇത്തിരി ലുക്കായി കേട്ടോ. ഞാൻ ബോഡി ഷേമിങ് ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ബോഡി ഷേമിങ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്കാർക്കും ഒന്നും തികഞ്ഞവരൊന്നുമല്ല.
ഇപ്പോൾ രേണുസുധീരെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ കുട്ടി എല്ലാണെങ്കിൽ ഞാനാണെങ്കിൽ എന്താണ് ഒരു ഹിമാലയ പർവ്വതം എന്ന് പറയാം. അതുകൊണ്ട് നമ്മളാരെയും കുറ്റമൊന്നും പറയുന്നില്ല. എന്തായാലും ഉടുപ്പിനൊക്കെ കൊള്ളാം. കുറച്ച് കൈയുള്ള ഉടുപ്പും കൂടിയൊക്കെ ഇടായിരുന്നു കേട്ടോ രേണു. ഈ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല. ഇത് പറയുമ്പോൾ കുറേ അമ്മാവന്മാരും അമ്മായിമാരും വരും പറയാനായിട്ട്. ഓ അവളൊരു അമ്മച്ചി അവൾ വന്നിരിക്കുന്നു രേണുവിനെ കുറ്റം പറയാനെന്നും പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ദാസേട്ടനുമായിട്ട് നല്ലൊരു എന്താണ് പറയുന്നത്, അടിപൊളി ഒരു ഡാൻസ് അന്ന് നമ്മൾ കണ്ടല്ലോ, ഇവർ തമ്മിലുള്ളൊരു റീൽസ്. അതുപോലെ മറ്റൊരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഇനി വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അന്തങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്തോ. നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഞാൻ വീണ്ടും രേണുസുധീരെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇടയ്ക്ക് നിർത്തുവാണെങ്കിൽ വീഡിയോ ഞാൻ നിർത്തുമെന്നൊന്നും പറയില്ല. എന്നാലും ഇപ്പോൾ ഈ ഒരു വാശിയോടെയുള്ള ഇടയ്ക്കുണ്ടല്ലോ, അതങ്ങ് നിർത്തും. ഓക്കെ, ബൈ.